ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഒരുപാടായി ഞാൻ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇതൊരു ലോങ് വീഡിയോ ആണ്. ഈ വീക്കെൻഡിൽ ഞങ്ങൾ പോയ ഗ്ലോബൽ വില്ലേജിൻ്റെ. ഇത് ഗ്ലോബൽ വില്ലേജിൻ്റെ 29th സീസണാണ്. എല്ലാ ഇയറിലും ദുബായിൽ നടക്കുന്ന ഒരു വലിയ പ്രോഗ്രാം തന്നെയാണിത്. ഗ്ലോബൽ വില്ലേജിൽ ഓരോരോ കൺട്രീസിനെ ഓരോരോ സ്റ്റോളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ പവലിയൻസ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഓരോ പവലിയനിൽ എൻ്റർ ചെയ്യുമ്പോഴും ആ രാജ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതുപോലെ ഡ്രസ്സ്, എന്താണോ ആ രാജ്യത്തിൻ്റെ മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ അത് നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഇയറിൽ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ 16th ഇത് എൻഡ് ചെയ്യുന്നത് മെയ് 11th 2025. പിന്നെ ടൈമിങ് വരുന്നത് 4 PM തൊട്ട് 12 AM വരെയാണ്. പിന്നെ നമ്മൾ ഈ ടൈമിങ്ങും അതുപോലെ തന്നെ ഈ മന്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും UAEയിലെ ക്ലൈമറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് തണുപ്പിൻ്റെ സീസൺ വരുന്ന ടൈമിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരുപാട് നടന്ന് കാണാൻ കുറേ സ്റ്റാളുകളും പവലിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ടും ആ ഒരു തണുപ്പ് സമയത്താണ് ഇത് ഓപ്പൺ ചെയ്യുക. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ ഇവിടേക്ക് ഒരു ഫയർ വർക്ക് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 5 മണിയോട് കൂടിയിട്ട് ഈ ഗ്ലോബൽ വില്ലേജിലെത്തി. അപ്പോൾ അവിടെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നല്ല വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ സൺസെറ്റ് പെട്ടെന്നാണ്. അപ്പോൾ ഒരു 5 o'clock 5:30 ആകുമ്പോഴത്തേനും നന്നായി ഇരുട്ടായിരിക്കും പെട്ടെന്ന് തന്നെ. ഇവിടെ ആക്ച്വലി ട്രാഫിക് കൺട്രോളിങ്ങിനും നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ഫുൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് റോഡൊക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു സിഗ്നൽ വന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാനൊക്കെ. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടുത്തെ സെറ്റപ്പൊക്കെ. പിന്നെ ദുബായ് ആണ്, ഞാൻ എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് ഓൺലൈനിൽ നിന്നാണ് എടുത്തത്. അതല്ലാതെ അവിടെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അവിടെ പോയി ക്യൂ നിന്നിട്ടൊക്കെ ടിക്കറ്റ് എടുക്കാം. പക്ഷെ ഓൺലൈനിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത്തവണത്തെ ടിക്കറ്റിൻ്റെ പ്രൈസ് വന്നത് 25 dirhams പെർ പേഴ്സണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ഗ്ലോബൽ വില്ലേജിൽ വന്ന ടൈമിൽ ഇത് 15 ആയിരുന്നു. ലാസ്റ്റ് ടൈം ഇത് 20 ആയിരുന്നു. ഇത്തവണ കുറച്ച് അവർ കൂട്ടിയിട്ടുണ്ട്, 25 ആണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫ്രണ്ട് ഗേറ്റിലൂടെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടിക്കറ്റ് സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലൊരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ഒരു പ്ലേസിലൂടെയാണ് എൻ്റർ ചെയ്തത്. അങ്ങനെ ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ സ്കാനിങ്ങും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ്. ഇതൊക്കെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ്. എനിക്കങ്ങനെ വലിയ ഡിഫറൻറ്റും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ആക്ച്വലി ഞങ്ങൾക്ക് എങ്ങോട്ട് ആദ്യം പോകണം എന്നുള്ള ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് കാണുന്ന പവലിയനിൽ ഏതാണ് നമുക്ക് അവിടേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ കുറേ റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. തുർക്കി പവലിയനിൽ ഒരുപാട് നല്ല ക്രോക്കറി ഐറ്റംസും പിന്നെ നല്ല ഭംഗിയുള്ള പീസസൊക്കെ ഉണ്ട്. അപ്പോൾ അത് അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുർക്കി ഫസ്റ്റ് കാണുകയാണെങ്കിൽ അങ്ങോട്ട് പോകാമെന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇന്ന് നല്ല തിരക്ക് കുറവാണ്. സാധാരണ ഇങ്ങനെ ഫസ്റ്റ് എൻട്രൻസിലൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് നിൽക്കാനൊന്നും സ്ഥലം ഉണ്ടാവാറില്ല. ഇന്ന് എന്താ അറിയില്ല, ഇന്ന് പൊതുവേ കുറവാണ്. അപ്പോൾ ഫസ്റ്റ് എൻട്രൻസിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് തുർക്കി പവലിയൻ കണ്ടത് ഞങ്ങൾ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് തന്നെ ആദ്യം ഞങ്ങൾ പോയി. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ആക്റ്റീവും എനർജറ്റിക്കും ആയിട്ടുള്ള ആൾക്കാരും എല്ലാം ഉള്ള ഒരു പവലിയനിലാണ്. ഇത് നിങ്ങൾ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ ഐസ്ക്രീം തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ്ട് ഇങ്ങനെ പറ്റിച്ചിട്ടുള്ള ചെയ്യണമൊക്കെ. അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്യൊന്നും ചെയ്തില്ല. നമ്മൾ ഐറ്റംസ് ഒന്നും വാങ്ങിക്കുന്നില്ലെങ്കിൽ തന്നെ ഇവർ ഭയങ്കര ഇൻറ്ററാക്റ്റ് ചെയ്യും നമ്മളോടൊക്കെ. നമ്മളെവിടെ നിന്നാണ് വരുന്നത്, എന്താ പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നന്നായി സംസാരിക്കും നമ്മളുടെ അടുത്ത്. ആക്ച്വലി ഇത് അവരുടെ ഒരു ടെക്നിക്കാണ്, അവരുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്.
പക്ഷേ എന്നാലും അത് നല്ല രസമാണ് കാണാൻ. പിന്നെ ഇത് റീലിൽ കണ്ട പോലെ തന്നെ നല്ല അഫോർഡബിൾ പ്രൈസിന്, അഫോർഡബിൾ എന്ന് പറയാനില്ല കേട്ടോ, നല്ല പ്രൈസ് കുറഞ്ഞിട്ട് തന്നെ 5 ദിർഹംസ് 10 ദിർഹംസിനൊക്കെ ഒരുപാട് നല്ല ഐറ്റംസ്. അത് നിങ്ങൾ കണ്ടു നോക്കി, ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല നല്ല സാധനങ്ങൾ നമുക്ക് എന്തായാലും കുറേ മേടിക്കാൻ തോന്നും. ഞാനങ്ങനെ അധികമൊന്നും മേടിച്ചില്ല, എന്നാലും ഞാൻ 2-3 ഐറ്റമൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ കല്യാണത്തിന് മുന്നേ ഒന്നും എനിക്കിങ്ങനെ ഈ കട്ടോരികൾ, ക്രോക്കറി ഐറ്റംസ്, കപ്പുകൾ അങ്ങനെയൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് പിന്നെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി. പിന്നെ നമ്മളൊരു വീടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ എനിക്കിതിനോടൊക്കെ ഭയങ്കര ക്രേസും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് കളക്ഷൻ മീൻസ് നന്നായി നല്ല ഭംഗിയുള്ളത് കണ്ടാൽ മേടിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആവും തോന്നുന്നു എനിക്ക്. പിന്നെ ഈ ഐറ്റം ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. നമ്മൾ ബുക്കൊക്കെ റീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെക്കുന്ന ഒരു ഐറ്റമാണത്. അതിൻ്റെ നെയിം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ആക്ച്വലി തുർക്കി പവലിയൻ അത്യാവശ്യം കുറേ കാണാനൊക്കെ ഉണ്ട്. കുറച്ച് വലിയൊരു പവലിയനാണ് തുർക്കി പവലിയൻ. പിന്നെ ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ട്രൈ ചെയ്യാനും അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഇവരുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നത്. അത് നമുക്ക് ചാർജ് ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഒന്നും ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നതൊക്കെ കുറവാണ്, എല്ലാം ചാർജ് ബേസാണ്. പിന്നെ ഇങ്ങനെ ഒരുപാട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. നമുക്ക് തുർക്കിയിലത്തെ സ്പെഷ്യൽ ഡിഷും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ തുർക്കി പവലിയിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ അറൗണ്ട് ഒരു 6 PM ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും കണ്ടില്ലേ നല്ല ഇരുട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുമ്പോൾ കാണുന്ന പവലിയൻ പാകിസ്ഥാനാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. പാകിസ്ഥാനിൽ മെയിനായിട്ടും ഈ ലെതറിൻ്റെ പ്രൊഡക്ട്സ്, പിന്നെ നമ്മുടെ സൽവാർ സെറ്റ്സ്, അതാണ് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. പിന്നെ ഈ ഷോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഡ്രസ്സിങ്ങൊക്കെ കണ്ടില്ലേ, പാകിസ്ഥാനീസിൻ്റെ ഡ്രസ്സ് ഇങ്ങനെയാണ്. ഞാൻ ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ട് ഇന്നേ വരെ ഡ്രസ്സും കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ആക്ച്വലി നമ്മൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ചോദിക്കുമ്പോൾ തന്നെ ഇവർ നല്ല പ്രൈസാണ് ഇവർ പറയുന്നത്. 400, 500, 350 ദിർഹംസ് എന്നൊക്കെ ഇവർ പറയുക. പിന്നെ നമ്മൾ നന്നായിട്ട് ഇവരുടെ അടുത്ത് ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് നമ്മൾ നല്ല പ്രൈസിൽ മേടിക്കണം, അത്രയേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ട്. ചില ഷോപ്പിലൊന്നും ആരും ഇല്ല, ചില ഷോപ്പിലൊക്കെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാം. അങ്ങനെ അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ നോക്കി കണ്ടു. ഞാനല്ലാതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളോട് ഹായ് ഒക്കെ എന്ന് പറയുന്നുണ്ട്, അത്രമാത്രം.
പിന്നെ നെക്സ്റ്റ് പോയത് ശ്രീലങ്കൻ പവലിയനിലാണ്. എനിക്ക് തോന്നുന്നത് ഈ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്തവണയാണ് ആദ്യമായിട്ട് ശ്രീലങ്കൻ പവലിയൻ ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. മുമ്പ് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യുമ്പോൾ ഈ പവലിയൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ അങ്ങനെ പറയാൻ മാത്രം ലൈവായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവരുടെ മെയിനായിട്ടുള്ള സ്പൈസസും ടീ പൗഡറും ഒക്കെയാണ്. അതൊക്കെ ഇങ്ങനെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അത്രമാത്രം. ഈ ഒരു ഷോളിൻ്റെ പീസിന് അയാൾ എൻ്റെ അടുത്ത് 350 ദിർഹംസാണ് പ്രൈസ് പറഞ്ഞത്. ഒന്നും കൂടി ഞാൻ ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് 200 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ സെയിലിങ്ങും. അവർ നന്നായിട്ട് പ്രൈസ് കൂട്ടിയിടും, നമ്മൾ അതിനനുസരിച്ച് ബാർഗെയിൻ ചെയ്യണം അവരുടെ അടുത്ത്. അപ്പോൾ നമുക്ക് നല്ല കുറഞ്ഞ പ്രൈസിന് സംഭവം കിട്ടും. പക്ഷെ ഞാനിത് മേടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ടെക്നിക്കും കാര്യങ്ങളൊക്കെ. അത്രമാത്രം. അങ്ങനെ നമ്മൾ ശ്രീലങ്കൻ പവലിയനിൽ നിന്ന് വേഗം ഇറങ്ങി. ഇവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫൗണ്ടെയിൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി എല്ലാ സീറ്റും ഫില്ലാണ്. അപ്പോൾ നമ്മൾ കുറേ നടന്നതൊക്കെയല്ലേ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. പിന്നെ ഇവിടെ തന്നെ കുറേ ഫുഡിൻ്റെ ഒക്കെ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വിശക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓർഡർ ചെയ്തത് പാസ്തയാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ടൈം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ഒരു 15 മിനിറ്റ് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം ഫുഡ് വന്നു. ഇത് 35 ദിർഹംസിന് വെർത്താണെന്നാണ് വിവേട്ടൻ പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് പോകുന്ന പവലിയൻ സിറിയ ആണ്. അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ സിറിയൊക്കെ നമ്മളൊന്ന് ചുറ്റിക്കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് അവിടുത്തെ മെയിൻ സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടക്കുന്നത് കണ്ടത്. മുമ്പൊക്കെ എല്ലാ പവലിയൻസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസൊക്കെയാണ് നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം കൂടിയിട്ട് ഈ ഒരൊറ്റ മെയിൻ സ്റ്റേജിലാണ് ഉണ്ടാവുക. ഇപ്പോൾ ഈ സ്റ്റേജിൽ നടക്കുന്ന പെർഫോമൻസ് ഈ അറബ്സിൻ്റെ ഡാൻസാണ്. അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് ഈ കളിക്കുന്നത്. കുറച്ച് ടൈം ഞങ്ങൾ ആ ഡാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നിന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പവലിയനിലേക്കാണ് എൻട്രി ചെയ്യാൻ പോകുന്നത്. ഇത് അമേരിക്കയാണ്, അമേരിക്കൻ പവലിയനാണിത്.
നെക്സ്റ്റ് ഞങ്ങൾ പോയത് യൂറോപ്പ് പവലിയനിലേക്കാണ്. ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ബിബിയേട്ടൻ്റെ ഒരു ക്ലയൻറ്റിനെ കണ്ടു. അവളുടെ പേര് നാദിയ എന്നാണ്. ഞങ്ങൾ അവളോടൊക്കെ സംസാരിച്ചു. പിന്നെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു സ്റ്റോൾ കാണാൻ നോക്കലൊക്കെ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തുർക്കിയുടെ അത്ര ഒരു വൈബൊന്നുമില്ല ഇവിടെ. തുർക്കിയുടെ അത്ര ഒരു എനർജറ്റിക്കും അതുപോലെ നമ്മളതിനേറ്റൊന്ന് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല ഇവിടെ. അങ്ങനെ പിന്നെ ഇതാ ഓഫ് കോഴ്സ് എൻ്റെ ക്യാമറ ഇവിടേക്ക് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ അവിടേക്കൊക്കെ ഞാനൊന്ന് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കും. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ഈ ഓർണമെൻറ്റ്സ് അതുപോലെ ബാഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡിൻ്റെ ഐറ്റംസിനോടൊന്നും അങ്ങനെ ക്രേവിങ്ങും കാര്യങ്ങളൊന്നും എനിക്കധികം ഇല്ല. മുമ്പൊക്കെ വരുമ്പോൾ ഓരോ പവലിയൻ കഴിയുമ്പോഴും ഞാൻ ഇന്ത്യ എത്താൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. കാരണം ഇന്ത്യയിലെത്തിയാൽ നമുക്ക് നമ്മുടെ ടേസ്റ്റിന് അനുയോജ്യമായിട്ടുള്ള ഐറ്റംസും ഒക്കെ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ പോയ പവലിയനാണ് റഷ്യ. റഷ്യയിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഡെക്കറുകളാണ് ഞങ്ങൾ കണ്ടത്. ഇതിനെ ഡെക്കർ തന്നെ പറയുകയെന്ന് തോന്നുന്നത് എനിക്ക്. പിന്നെ അവിടെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെസ് ബോർഡ്സ് ഉണ്ട്. നമുക്ക് ഇതിങ്ങനെ പോയിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവും ഇതധികം വെയിറ്റ് ഒന്നുമില്ല. പക്ഷെ കാണുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റുള്ള പോലെ തോന്നുന്നില്ലേ? ഇതങ്ങനെ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല.
ഓൾമോസ്റ്റ് ഒരു 75% പൗലിയൻസ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 2 3 ബാക്കിയുള്ളൂ. രണ്ടുപേരും നല്ല ടയേർഡാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറേ റീൽസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ തായ്ലൻഡിൽ നിന്നുള്ള അതേ ടേസ്റ്റുള്ള മാംഗോ സ്റ്റിക്കി റൈസ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. എനിക്ക് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ ഞങ്ങൾ തായ്ലാൻഡിൽ പോയിട്ടുണ്ടായിരുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ വൈബാണ് ഫീൽ ചെയ്തത്. അതേപോലത്തെ തന്നെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആക്ച്വലി മാംഗോ സ്റ്റിക്കി റൈസ് ഞങ്ങൾക്ക് 2 പേർക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഈ റീൽസ് കണ്ടിട്ട് നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം, എങ്ങനെയാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ പോയിട്ട് ട്രൈ ചെയ്തത്. കുഴപ്പമില്ല, നമുക്ക് വൺ ടൈമൊക്കെ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാമെന്നുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഇവിടുന്ന് മാംഗോ സ്റ്റിക്കി റൈസ് വിത്ത് ഐസ്ക്രീമാണ് കഴിച്ചത്. ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ. പിന്നെ ഇവിടെ നമ്മുടെ തായ്ലൻഡിൽ നമ്മൾ സ്ട്രീറ്റിലൂടെയുള്ള ആ ഒരു വൈബ് തന്നെ ഈ ഒരു ഏരിയയിൽ മൊത്തം. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ നിന്നാണ് മാംഗോ സ്റ്റിക്കി റൈസ് വിത്ത് ഐസ്ക്രീം കഴിച്ചത്. ഇവരെല്ലാവരും തായ്ലാൻഡിൽ നിന്ന് തന്നെയാണ്. നമ്മൾ അവരോട് ഏതാ പ്ലേസ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അങ്ങനെ നമ്മൾ ഈ ഫുഡൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് നെക്സ്റ്റ് പോകുന്നത് ആഫ്രിക്കൻ പൗലിയനിലേക്കാണ് ഞങ്ങൾ. ആഫ്രിക്ക എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പൗലിയനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വളരെ ചീപ്പാണ് പ്രൊഡക്ട്സിനും കാര്യങ്ങൾക്കും ഒക്കെ. പിന്നെ ഇവരുടെ കയ്യിൽ ഒരുപാട് ബ്യൂട്ടി ക്രീം, പിന്നെ ബ്യൂട്ടി പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്ന കുറേ ഓയിൽസും പിന്നെ നല്ല സ്ക്രബിൻ്റെ ഐറ്റംസൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ അവർ ജസ്റ്റ് നമ്മളെ വിളിച്ചിട്ട് അവർ നമുക്ക് നമ്മുടെ സ്കിന്നിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരും ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഇഷ്ടമായെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ മേടിക്കൊന്നും വേണ്ട. പക്ഷേ എല്ലാവരും ഇങ്ങനെ നമ്മൾ ഈ സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ ട്രൈ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് അവരിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അവരിങ്ങനെ കാണിച്ചു തരും. ഇവരിങ്ങനെ ഒരുപാട് ക്രീംസൊക്കെ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തു. ഒരു സ്ക്രബും പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനങ്ങനെ മേടിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അറിയില്ലല്ലോ എന്തൊക്കെ പ്രൊഡക്റ്റാണ് എന്താണെന്നൊന്നും. അതുകൊണ്ട് ഞാനൊന്നും പർച്ചേസ് ചെയ്തില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തു അത്രമാത്രം. അപ്പോൾ അത് ഫിനിഷ് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആ ടൈമിൽ തന്നെയാണ് മെയിൻ സ്റ്റേജിൽ വേറൊരു ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് സമയം ഇരുന്ന് ഞങ്ങൾ കണ്ടു. അവരുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കൊളംബിയയിൽ നിന്ന് വന്ന ടീമാണെന്നാണ് അവർ പറഞ്ഞത് ലാസ്റ്റ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. എനിക്ക് തോന്നുന്നു രാത്രിയാകുമ്പോൾ കൂടുതൽ തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രാത്രി ആകുമ്പോഴാണ് നമുക്ക് ഈ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഭംഗി നന്നായിട്ട് അറിയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞങ്ങൾ വന്ന ടൈമിലും ഇപ്പോഴും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ കാണാനല്ലേ നല്ല ഭംഗി? പിന്നെ നമുക്ക് ഒരുപാട് നടന്ന് കാണാനും അതുപോലെ തന്നെ
പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കാനാണെച്ചെങ്കിലും ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആണെച്ചെങ്കിലും ഒരു അടിപൊളി സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ്. 25 ദർഹമാണെങ്കിലും ഇത് വർത്ത് തന്നെയാണ്. എന്തായാലും ഇവിടെയുള്ള എല്ലാവരും പോയി കാണുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗ്ലോബൽ വില്ലേജ്. ഒരു മസ്റ്റ് വിസിറ്റ് ഏരിയ തന്നെയാണിത്. എനിക്ക് തോന്നുന്നു എക്സ്പെഷ്യലി ഗേൾസിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയായിരിക്കും ഗ്ലോബൽ വില്ലേജ്. ഇവിടുത്തെ പർച്ചേസിങ്ങും ഫുഡിൻ്റെ എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഫസ്റ്റ് ടൈം ഞാൻ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ വന്ന ടൈമിൽ എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ഹാൻഡ് ബാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് ടൈം ആകുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി നമുക്ക് ഇവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ 2 സൈഡ് ബാഗാക്കി. അങ്ങനെ ഒരു ചേഞ്ച്. പക്ഷേ ഇത്തവണ ഞാൻ വരുമ്പോഴേ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ അധികം ഐറ്റംസ് ഒന്നും പർച്ചേസ് ചെയ്യില്ല എന്ന്. അങ്ങനെ അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഗ്ലോബൽ വില്ലേജിൻ്റെ വ്ളോഗ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. ബൈ. താങ്ക് യു.